പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. കൃപയുടെ ഈ തിരുമണിക്കൂറിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ കർത്താവിൻ്റെ കരുണയും സ്നേഹവും ഹൃദയത്തിൽ ഏറ്റുവാങ്ങുവാനായിട്ട് നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. ദിവ്യകാരുണ്യത്തിലൂടെ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വന്ന കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, സർവശക്തിയോടെ ആരാധിക്കുവാനും സ്തുതിക്കുവാനുമുള്ള ഏറ്റവും വലിയ സ്നേഹത്തിൻ്റെ ആ ഭാവം ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് കരങ്ങൾ ഉയർത്തി നമ്മുടെ മുമ്പിലേക്ക് നമ്മെ സ്നേഹിക്കുവാൻ, നമുക്ക് കരുണ പകർന്നു നൽകുവാനായിട്ട് കടന്നു വന്ന ഈശോയെ നമുക്ക് സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന, ആരാധന. ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. പ്രിയമുള്ളവരെ, ഹെബ്രായക്കാർക്കെഴുതിയ ലേഖനത്തിലെ 10-ാം അധ്യായം 36-ാം വചനം, ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റി അവിടുത്തെ വാഗ്ദാനം പ്രാപിക്കുവാൻ നിങ്ങൾക്ക് സഹനശക്തി ആവശ്യമായിരിക്കുന്നു. വചനം ഇന്ന് നമ്മളോട് പറയുകയാണ്, ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റി അവിടുത്തെ വാഗ്ദാനം പ്രാപിക്കുവാൻ നമ്മൾക്ക് സഹനശക്തി ആവശ്യമാണ് എന്ന്. കർത്താവിൻ്റെ വാഗ്ദാനം എന്ന് പറയുന്നത് നിത്യ രക്ഷയാണ്. കർത്താവ് നമുക്ക് നൽകുന്ന വാഗ്ദാനം സ്വർഗരാജ്യത്തിന് നാം അവകാശികളായി മാറുക എന്നതാണ്. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം പറയുകയാണ്, ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഈ വലിയ അനുഗ്രഹം നമുക്ക് പ്രാപിക്കുവാനായിട്ട് സാധിക്കുക. പ്രിയമുള്ളവരെ, ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന സ്വർഗരാജ്യത്തിന് അവകാശികളായി മാറുവാനായിട്ട്, ദൈവഹിതം നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കുവാനായിട്ട്, ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റുവാനായിട്ട് തീർച്ചയായിട്ടും ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ജീവിതത്തിലേക്ക് കടന്നു വരുന്ന വേദനകളും സഹനങ്ങളും രോഗങ്ങളുമൊക്കെ നാം ഏറ്റെടുക്കണം. നമ്മുടെ ജീവിതത്തിലേക്ക് വേദനകൾ കടന്നു വരുമ്പോൾ, നമ്മുടെ ജീവിതത്തിലേക്ക് രോഗങ്ങളോ മുറിവുകളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ കടന്നു വരുമ്പോൾ പലപ്പോഴും നമ്മൾ ദൈവത്തെ തന്നെ ശപിക്കാറുണ്ട്. പലപ്പോഴും നമ്മൾ ഇതൊരു ശാപമാണോ, അല്ലെങ്കിൽ ദൈവം നൽകുന്ന ഒരു ശിക്ഷയാണോ, ഞാൻ ഇത്രമാത്രം പ്രാർത്ഥിച്ചിട്ടും എന്തുകൊണ്ട് എൻ്റെ വേദനകൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറുന്നില്ല, ഞാൻ ഒരുപാട് ദിവസങ്ങൾ സഹനങ്ങൾ ഏറ്റെടുത്ത് വ്രതങ്ങൾ ആചരിച്ച് ദൈവത്തിൻ്റെ മുമ്പിൽ സ്വയം നവീകരിച്ച് ജീവിച്ചിട്ട് എൻ്റെ രോഗങ്ങൾ എന്തുകൊണ്ട് മാറിയില്ല, എൻ്റെ വേദനകൾ എന്തുകൊണ്ട് മാറിയില്ല, എൻ്റെ ബുദ്ധിമുട്ടുകൾ എന്തുകൊണ്ട് മാറിയില്ല, ഇത് ദൈവം എനിക്ക് നൽകുന്ന ഒരു ശിക്ഷയാണോ, ഇത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റെടുക്കേണ്ട ഒരു ശാപമാണോ എന്നൊക്കെ പലപ്പോഴും നമ്മൾ ചിന്തിച്ചു പോകാറുണ്ട്. പ്രിയമുള്ളവരെ, വേദനകളും സഹനങ്ങളും രോഗങ്ങളുമൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഒരു കാര്യം നാം ചിന്തിക്കണം, ഈ രോഗത്തിലൂടെ, ഈ വേദനയിലൂടെ എൻ്റെ ആത്മാവിനെ കടത്തിവിട്ട് എന്നെ ശുദ്ധീകരിച്ച് സ്വർഗത്തിന് അർഹനാക്കി മാറ്റുകയാണ് നല്ലവനായ ദൈവം. എൻ്റെ ആത്മാവിനെ ശുദ്ധീകരിക്കുവാൻ, എൻ്റെ ജീവിതത്തെ നവീകരിക്കുവാൻ, എനിക്ക് ഈശോയോട് ചേർന്ന് നിൽക്കുവാൻ പലപ്പോഴും രോഗങ്ങൾ ഒരു സാധ്യതയാവുകയാണ്. സ്വർഗത്തിന് അവകാശിയായി മാറുവാനായിട്ട് പലപ്പോഴും ഒരു വലിയ ശുദ്ധീകരണത്തിലൂടെ ഞാൻ കടന്നു പോകേണ്ടിയിരിക്കുന്നു. എൻ്റെ രോഗത്തിൻ്റെ വേദന, അതിൻ്റെ പുറകിൽ ദൈവത്തിൻ്റെ ഒരു വലിയ പ്ലാനും പദ്ധതിയുമുണ്ട്. എൻ്റെ രോഗത്തിൻ്റെ പുറകിൽ ദൈവസ്നേഹത്തിൻ്റെ വലിയ മാധുര്യമുണ്ട്. ഇത് മനസ്സിലാക്കുമ്പോൾ
തീർച്ചയായിട്ടും രോഗത്തെ ഏറ്റെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. രോഗങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ, വേദനകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ, രാവും പകലും രോഗത്തിൻ്റെയും വേദനയുടെയും ആ വലിയ കണ്ണീര് നമ്മുടെ ജീവിതത്തിലേക്ക് ആഞ്ഞടിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എൻ്റെ ആത്മാവിനെ ശുദ്ധീകരിക്കുവാനുള്ള ഒരു പ്രക്രിയയിലൂടെ ഞാൻ കടന്നു പോവുകയാണ്. രണ്ടാമതായിട്ട്, എൻ്റെ രോഗങ്ങളിലൂടെ, എൻ്റെ സഹനങ്ങളിലൂടെ, എൻ്റെ വേദനകളിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ അത് മറ്റുള്ളവരുടെ ആത്മാവിനെ ശുദ്ധീകരിക്കുവാനുള്ള വലിയ സാധ്യതയായിട്ട് ദൈവം ഏറ്റെടുക്കും. മൂന്നാമതായിട്ട്, സഹനങ്ങളിലൂടെയും വേദനകളിലൂടെയും രോഗങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ അത് ദൈവത്തിന് നമ്മൾ പൂർണ്ണ ഹൃദയത്തോടെ സമർപ്പിക്കുമ്പോൾ, നമ്മൾ അത് സമർപ്പിച്ച്, കർത്താവേ, എൻ്റെ വേദനയിലൂടെ, എൻ്റെ മുറിവിലൂടെ, എൻ്റെ സഹനത്തിലൂടെ, എൻ്റെ പ്രശ്നങ്ങളിലൂടെ കർത്താവേ, അത് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി അങ്ങ് ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ശുദ്ധീകരണ ആത്മാക്കൾക്ക് വിമോചനം ലഭിക്കുകയാണ്. സ്വർഗത്തിലേക്ക് കർത്താവ് അവരെ കൈപിടിച്ചുയർത്തുകയാണ്. അതുകൊണ്ടാണ് രോഗങ്ങളും സഹനങ്ങളുമൊക്കെ ഒരു വലിയ ശുദ്ധീകരണ പ്രക്രിയയാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. പ്രിയമുള്ളവരെ, രോഗങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഒരു കാര്യം പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട്. രോഗങ്ങളും വേദനകളും സഹനങ്ങളുമൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒന്ന് ശാന്തമായിട്ട് ഇരിക്കുവാൻ, ഒന്ന് ആഴമായിട്ട് ചിന്തിക്കുവാനുള്ള വലിയ അവസരമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. ആഴമായിട്ട് ഈശോയെപ്പറ്റി ചിന്തിക്കുവാനും, ആഴമായിട്ട് ദൈവ പരിപാലനയെപ്പറ്റി ചിന്തിക്കുവാനും, ആഴമായിട്ട് എന്നെയും എൻ്റെ സഹനങ്ങളെയും കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാനുള്ള വലിയൊരു സാധ്യത എൻ്റെ മുന്നിലേക്ക് തെളിഞ്ഞു വരുന്ന നിമിഷങ്ങളാണ് രോഗങ്ങളും സഹനങ്ങളും എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ. അപ്പോഴാണ് ഞാൻ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ എന്നോടുള്ള സ്നേഹത്തെപ്പറ്റി ഞാൻ മനസ്സിലാക്കുക. ദൈവിക സ്നേഹത്തെപ്പറ്റി ചിന്തിക്കുവാനും ദൈവിക സ്നേഹത്തെപ്പറ്റി മനസ്സിലാക്കുവാനുമുള്ള ചില നിമിഷങ്ങളായി തീരണം പ്രിയമുള്ളവരെ നമ്മുടെ രോഗങ്ങളും സഹനങ്ങളുമൊക്കെ. അതോടൊപ്പം തന്നെ പാപങ്ങളെപ്പറ്റി ചിന്തിക്കുവാനും, കഴിഞ്ഞ കാലഘട്ടങ്ങളെപ്പറ്റി ചിന്തിക്കുവാനും, കർത്താവിൽ നിന്ന് ഓടിയൊളിച്ച നിമിഷങ്ങളെപ്പറ്റി, പാപ സാഹചര്യങ്ങളിൽപ്പെട്ട് ഉഴഞ്ഞ് അങ്ങനെ നീങ്ങിയ പഴയകാല സ്മരണകളെപ്പറ്റി ചിന്തിക്കുവാൻ, ആത്മാർത്ഥമായിട്ട് ഒന്ന് കുമ്പസാരിക്കുവാനുള്ള വലിയ സാധ്യതയാണ് പ്രിയമുള്ളവരെ സഹനങ്ങളും രോഗങ്ങളും വേദനകളുമൊക്കെ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ. സഹനങ്ങൾ കടന്നു വരുമ്പോൾ തീർച്ചയായിട്ടും തകർന്ന കുടുംബ ബന്ധങ്ങളെപ്പറ്റി, വ്യക്തിബന്ധങ്ങളെപ്പറ്റി ആഴമായിട്ട് ചിന്തിക്കുവാനും മനസാന്തരപ്പെടുവാനുമുള്ള നിമിഷങ്ങളാണ്. സഹനങ്ങളും രോഗങ്ങളും എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഞാൻ മൂലം വേദനിച്ചവരെ പറ്റി ചിന്തിക്കുവാനുള്ള സാധ്യതയാണ് പ്രിയമുള്ളവരെ. ദൈവത്തിന് എൻ്റെ ജീവിതം പൂർണ്ണമായിട്ടും സമർപ്പിച്ചുകൊണ്ട് മാനസാന്തരപ്പെട്ടുകൊണ്ട് പുതിയൊരു നവീകരിക്കപ്പെട്ട ജീവിതം ഏറ്റെടുക്കുവാനുള്ള സാധ്യതയാണ്. അതുകൊണ്ടാണ് നാം പറഞ്ഞത്, രോഗങ്ങളുടെ സമയത്ത്, സഹനങ്ങളുടെ സമയത്ത്, ബുദ്ധിമുട്ടുകളുടെ സമയത്ത് വലിയ അഭിഷേകത്തോടെ, കൃപയോടെ, തീഷ്ണതയോടെ ദൈവത്തിൻ്റെ സ്നേഹത്തെപ്പറ്റി ചിന്തിക്കുവാനും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുവാനുമുള്ള സമയം കൂടിയാണ്. അതുപോലെ തന്നെയാണ് മരണത്തെപ്പറ്റി, മരണാന്തര ജീവിതത്തെപ്പറ്റിയൊക്കെ ഈ ലോകത്തെപ്പറ്റി കൂടുതൽ ചിന്തിച്ചു നീങ്ങുന്ന മനുഷ്യന് മുമ്പിൽ കിട്ടുന്ന അപൂർവമായ നിമിഷങ്ങളാണ് മരണത്തെപ്പറ്റി ചിന്തിക്കുവാൻ. മരണത്തിന് ശേഷം എൻ്റെ ജീവിതത്തിൽ ഞാൻ എവിടെ എത്തിച്ചേരുമെന്നൊക്കെ ചിന്തിച്ച് മനസാന്തരത്തിൻ്റെ പാതകളിലൂടെ ചരിക്കുവാനുള്ള വലിയ സാധ്യതയാണ് പ്രിയമുള്ളവരെ രോഗങ്ങളും അതുപോലെ തന്നെ ബുദ്ധിമുട്ടുകളുമൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴും. ആദ്യമായിട്ട്
ഈ ലോകത്തിനെ പറ്റി ചിന്തിക്കാതെ സ്വർഗത്തെപ്പറ്റി ചിന്തിക്കുവാനും, ആദ്യമായിട്ട് മറ്റുള്ളവരോട് ഈ ലോകത്തിൻ്റെതായ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും പങ്കുവയ്ക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് ആദ്യമായിട്ട് മറ്റുള്ളവരോട് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുവാനുള്ള നിമിഷങ്ങൾ കൂടിയാണ് രോഗങ്ങൾ, സഹനങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ. അതുപോലെ തന്നെ രോഗങ്ങൾ നമ്മെ പല അടിമത്തത്തിൽ നിന്നും വിമോചിപ്പിക്കുന്ന നിമിഷങ്ങളാണ്. സഹനങ്ങൾ നമ്മളെ പല തഴക്ക ദോഷങ്ങളിൽ നിന്നും പുതിയൊരു ജീവിതത്തിലേക്ക് കടന്നു വരുവാനുള്ള പാതയൊരുക്കലാണ്. പാപത്തിൻ്റെ സ്വാധീന മേഖലകളെ വിട്ട് വിശുദ്ധിയുടെ മേഖലയിലേക്ക് കടന്നു വരുവാനുള്ള സ്വർഗീയ കവാടങ്ങൾ തുറന്നു കിട്ടുന്ന പുണ്യ നിമിഷങ്ങൾ കൂടിയാണ് പ്രിയമുള്ളവരെ രോഗങ്ങൾ, സഹനങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ. രോഗത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ നാം നരകശിക്ഷയിൽ വീഴാതെ ശുദ്ധീകരിക്കപ്പെടുവാനുള്ള ദൈവത്തിൻ്റെ വലിയ പ്ലാനും പദ്ധതിയുമായിട്ട് അത് ഹൃദയത്തോട് ചേർത്ത് വെച്ച് സ്വീകരിക്കുവാനുള്ള വലിയ പുണ്യ നിമിഷങ്ങളായിട്ട് മാറുകയാണ് സഹനങ്ങൾ. വിശുദ്ധ ഫൗസ്റ്റീനായോട് ഈശോ പറഞ്ഞൊരു കാര്യമുണ്ട്, നീ ഇന്ന് മരിച്ചാൽ ഒരു ദിവസം നീ ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കേണ്ടതായിട്ട് വരും. ഈ ലോകത്തിലെ നിന്റെ വേദനകളും സഹനങ്ങളും രോഗങ്ങളുമൊക്കെ നീ ഏറ്റെടുത്താൽ ആ ഒരു നിമിഷം, ആ ഒരു ദിവസം നിനക്ക് ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കേണ്ട വരികയില്ല എന്ന് പറഞ്ഞു. ഫൗസ്റ്റീന ഈ ലോകത്തിൻ്റെ വേദനകളും സഹനങ്ങളും ഏറ്റെടുക്കുന്നതാണ് അവൾക്ക് കൂടുതൽ അഭികാമ്യം എന്ന് പറഞ്ഞപ്പോൾ പല ദിനങ്ങളിലൂടെ സഹനത്തിലൂടെയും രോഗങ്ങളിലൂടെയും കടന്നുപോയിക്കൊണ്ട് ഫൗസ്റ്റീന അവളുടെ ഡയറിയിൽ പറയുകയാണ്, ശുദ്ധീകരണ സ്ഥലത്തിൽ നിന്ന് വിമോചനം അവളുടെ ജീവിതത്തിന് കർത്താവ് നൽകി എന്ന്. പ്രിയമുള്ളവരെ, ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുവാനും ആരാധിക്കുവാനുമുള്ള വലിയ സാധ്യതയുടെ തുറക്കപ്പെടൽ, സ്വർഗത്തിൽ ഹൃദയം തുറന്ന് പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണയാത്മാവോടെ മലാഖമാരെ പോലെ കർത്താവിനെ സ്തുതിക്കുവാനുള്ള ആ വലിയ പൂർണ്ണതയിലേക്ക് ഈ ലോകത്തിലെ വേദനകളും സഹനങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ, വലിയ ശുദ്ധീകരണ പ്രക്രിയയിലൂടെ കടന്നു പോകുമ്പോൾ ആ വലിയ സ്വർഗീയ ആനന്ദം അനുഭവിക്കുവാനുള്ള ആ വലിയ സൗഭാഗ്യമാണ് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അതുകൊണ്ട് വേദനയും സഹനവും കടന്നു വരുമ്പോൾ ശുദ്ധീകരണ സ്ഥലത്തെ ചാടിക്കടക്കുവാനുള്ള ദൈവ അഭിഷേകത്തിൻ്റെ വലിയ സാധ്യതയായിട്ട് നമുക്ക് രോഗങ്ങളെയും സഹനങ്ങളെയും ജീവിതത്തിൽ ഏറ്റെടുക്കാം. ദൈവിക പദ്ധതിയോട് ചേർന്നുകൊണ്ട് ദൈവം എനിക്കായി നിത്യതയെ തുറന്നു തരുവാനായിട്ട്, എൻ്റെ ജീവിതത്തെ ശുദ്ധീകരിക്കുവാനായിട്ട് എനിക്ക് നൽകിയ വലിയ സാധ്യതയാണ് എൻ്റെ സഹനം, എൻ്റെ രോഗങ്ങളെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട്, കർത്താവേ ഈ നിമിഷങ്ങളിൽ കരുണ എന്നിലേക്ക് ഒഴുക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരുണയുടെ ഈ തിരുമണിക്കൂറിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മെയും നമ്മുടെ ജീവിതത്തെയും എല്ലാം ഈശോയ്ക്ക് പ്രത്യേകമായിട്ട് സമർപ്പിച്ചുകൊണ്ട് സഹനങ്ങളും വേദനകളും രോഗങ്ങളുമെല്ലാം കർത്താവിൻ്റെ പീഡാനുഭവങ്ങളോട് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, കരുണ, സ്നേഹം ഇതെല്ലാം എൻ്റെ ജീവിതത്തിലേക്കും എൻ്റെ വ്യക്തിബന്ധങ്ങളിലേക്കും അയക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് കരുണ, സ്നേഹമെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് ഈ നിമിഷം സമർത്ഥമായിട്ട് ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവിൻ്റെ സ്നേഹം നമുക്ക് ഹൃദയത്തിൽ ഏറ്റെടുക്കാം. കർത്താവിൻ്റെ കരുണ നമുക്ക് ഹൃദയത്തിൽ ഏറ്റെടുക്കാം. സഹിക്കുവാനുള്ള വലിയ ശക്തി, സഹന ശക്തി നമുക്ക് ആവശ്യമാണ്. അത് നമുക്ക് പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മയും നമ്മുടെ ജീവിതത്തെയും കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് സമാപന ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ പരമമാം
ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന.